ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 8-ാം വാരം വെള്ളിയാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ ന്യൂജൻ പിള്ളേരുടെ വാക്കുകളിൽ പറഞ്ഞാൽ കലിപ്പനായ ഈശോയെയാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കാണുന്നത്. 2 സംഭവങ്ങളാണ്. ആദ്യത്തേത്, കർത്താവ് ജെറൂസലേമിലേക്ക് പോകുന്ന വഴി ബഥാനിയെ വിടുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്ന ഒരു അത്തിമരത്തെ ശപിക്കുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തേത്, കർത്താവ് ജെറൂസലേം ദേവാലയത്തിന് മുറ്റത്തുള്ള കച്ചവടക്കാരെ എല്ലാവരും അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതാണ് ഈ 2 സംഭവങ്ങൾ. ചോദ്യം ഇതാണ്: കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് എന്നും പ്രഘോഷിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ എന്തുകൊണ്ട് ഇത്രത്തോളം ദേഷ്യപ്പെടണം? എന്തുകൊണ്ട് ശപിക്കണം? 2 സംഭവങ്ങളുടെയും കാരണമെന്താണ്? അവരുടെ ഉദ്ദേശം എന്താണോ, അവരുടെ ലക്ഷ്യം എന്താണോ, അത് ചെയ്യുന്നതിൽ അവർ പിഴവ് വരുത്തിയത് കൊണ്ട് കർത്താവ് അവരെ തിരുത്തുന്നതാണ് ഈ ശകാരിക്കൽ. അത്തിവൃക്ഷത്തിൽ പ്രതീക്ഷിക്കുന്ന ഫലം അത്തിവൃക്ഷം കൊടുക്കാതെ വെറുതെ ഇലകൾ മാത്രം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരുത്താണ് ആ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്. നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർ മുന്നിൽ പ്രഹസനം കാണിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങൾക്കും സംഭവിക്കുന്നത് ഇതാണ് എന്ന രീതിയിൽ കർത്താവ് കാണിച്ചു കൊടുക്കാം. ദേവാലയത്തിൽ മുമ്പിൽ നിൽക്കുന്ന കച്ചവടക്കാർ ജനങ്ങളെ സഹായിക്കാൻ, ബലിയർപ്പിക്കാൻ വേണ്ടി വരുന്നവരെ സഹായിക്കാൻ വേണ്ടി എന്ന രീതിയിൽ അവിടെ വന്ന് നിൽക്കുന്നതിന് പകരമായിട്ട് അതൊരു കച്ചവട സ്ഥലമാക്കി മാറ്റി ബിസിനസ് ചെയ്യുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നൊരു അവസരമാക്കി മാറ്റിയതിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളുടെ ഉദ്ദേശം എന്താണോ, നമ്മളുടെ പേർപ്പസ് എന്താണോ, അത് നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ, നമ്മളുടെ നിയോഗം നമ്മൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ദൈവം ഇതുപോലെ നമ്മളിലേക്കും ശകാരമായിട്ട് അടുത്തു വരും. നമ്മളെല്ലാവരും പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ്. കുഞ്ഞിനെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്നുള്ള വലിയൊരു വാക്ക് കർത്താവിന് കൊടുക്കുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരിച്ച ശേഷമുള്ള കുട്ടികൾ അവർ പറയുന്നു, ഇനി മുതൽ എൻ്റെ കൈകൾ കർത്താവിൻ്റേതാണ്, എൻ്റെ കാലുകൾ കർത്താവിൻ്റേതാണെന്ന് പറയുന്നുണ്ട്. സ്ഥൈര്യലീവനും സ്വീകരിച്ച കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുമൂലം ക്രിസ്തു സാക്ഷികളാണെന്ന്. മനസ്സിലാക്കുക, കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് പ്രതീക്ഷയോടെ നിൽക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കർത്താവ് ശകാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക. പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.